ഇന്ന് നമ്മളൊരു പ്രോട്ടീൻ റിച്ച് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പീനട്ട് ആൻഡ് ടൊമാറ്റോസ് ഇട്ട് ഒരു നൈസ് ഹൈ ന്യൂട്രിഷ്യസ് ചട്നിയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഇത് നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, ദോശ, പിന്നെന്താ ചോറ്, ഈവൻ ബ്രെഡും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയായത്. അപ്പം ഹൈ പ്രോട്ടീൻ റിച്ച് ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് പാനിൽ നമുക്ക് പീനട്ട്സ്, അതായത് കപ്പലണ്ടി ഒരു ചെറുതായിട്ട് വറുത്തെടുക്കാം. പാൻ റോസ്റ്റ് ചെയ്ത് എടുക്കാം. പീനട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് വറുത്ത് വരുമ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചന ദാൽ, 1 ടീസ്പൂൺ ഉരുദ് ദാൽ ഉഴുന്ന്, പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻ അതായത് ജീരകം കൂടെ ഇട്ട് ഒന്നും കൂടെ വറുത്തെടുക്കാം. ഉഴുന്ന്, പരിപ്പ്, ജീരകം പിന്നെ കപ്പലണ്ടിയും നല്ലോണം വറുത്തിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചൂട് പാനിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന സാധാരണ വെജിറ്റബിൾ ഓയിൽ. നിങ്ങൾക്ക് ഇഷ്ടത്തിലുള്ള എണ്ണ എടുക്കാം, പക്ഷെ വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യുക. അതിലോട്ട് 1 ഹോൾ ക്ലോവ് ഗാർലിക്ക് ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് അനിയൻ അതായത് സവാള നമുക്ക് ഇട്ട് കൊടുക്കാം വഴറ്റാനായിട്ട്. സവാളയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 ടൊമാറ്റോ ഞാൻ ബോയിൽ ചെയ്ത് സ്കിൻ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അത് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും ടൊമാറ്റോ ഒക്കെ ഒരു ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ മതി. കാരണം അവസാനം നമ്മളിതെല്ലാം ഒരു ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് മൂത്ത് വരാനായിട്ടുണ്ട് രീതിയിൽ ചോപ്പ് ചെയ്തെടുത്താൽ മതി. കാരണം നെക്സ്റ്റ് നമ്മളൊരു ഫൈൻ പേസ്റ്റ് ഇതിൽ എൻഡിൽ ചെയ്യാൻ പോകുന്നത്. ടൊമാറ്റോസ് ബോയിൽ ചെയ്തിരുന്നതായതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് വന്നു. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ബഞ്ച് മല്ലിയില സിലാൻഡ്രോയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പീനട്ട്സും പരിപ്പും ജീരകവും ഉഴുന്നും ആറിക്കഴിയുമ്പോഴും അതിൻ്റെ കൂടെ ഈ മസാല നമ്മൾ വഴറ്റി വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് ഒരുമിച്ച് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ടേ ഇതിൻ്റെ ഒരു തിക്നെസ്സും കാനും. അപ്പം വെള്ളം ഞാൻ അരയ്ക്കാനായിട്ടുണ്ട് മാത്രമുണ്ട് വെള്ളം എടുത്തിട്ടുള്ളൂ, ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനിയും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടുക് പൊട്ടിച്ച് എടുക്കുന്ന സ്റ്റേജ്. പാൻ ചൂടാക്കാൻ വെക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ഹീറ്റഡ് ആകുമ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള കായപ്പൊടി. കായപ്പൊടി ഓപ്ഷനല്ല, അത് ഇച്ചിരി കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ കായം ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് പ്രോട്ടീൻ റിച്ച് പീനട്ട് ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ഇത് സെർവ് ചെയ്യാം. പ്രോട്ടീൻ റിച്ച് പീനട്ട് ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യണം. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഇസ് പ്രീത. ടേക്ക് കെയർ.